السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറെ ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകളെല്ലാം നമ്മിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സ്വർഗം ചോദിക്കുന്നതോടൊപ്പം അല്ലാഹുവേ, ആ നരകത്തിൽ നിന്ന് എന്നെ നീ കാത്തുരക്ഷിക്കണമേ എന്നുകൂടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെയും തിരുസുന്നത്തിലൂടെയും നരകത്തിന്റെ വ്യത്യസ്തമായ പേരുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് സൂചിപ്പിക്കുന്ന തെളിവുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിക്കുകയാണ്, യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഅ. അവർ ജഹന്നമിലേക്ക് അഥവാ ആ നരകാഗ്നിയിലേക്ക് ശക്തിയായി പിടിച്ചു തള്ളപ്പെടുന്ന ദിവസം എന്നാണ്. ആഴത്തിൽ അഗാധമായതിനും അന്ധകാര നിബിഡമായതിനുമാണ് ജഹന്നം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നരകത്തിന് പ്രയോഗിച്ച പദം ജഹന്നം എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കല്ലാ ഇന്നഹാ ലളാ നസ്സാഅതൻ ലിശ്ശവാ. കത്തിജ്വലിക്കുന്നതിനും കത്തിയാളുന്നതിനുമാണ് ലവാ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പദം ഇവിടെ പ്രയോഗിക്കുകയാണ്. സംശയം വേണ്ട, തീർച്ചയായും അത് ആളിക്കത്തുന്ന ആ നരകമാകുന്നു, തലയുടെ തൊലിയുരിച്ചു കളയുന്ന നരകാഗ്നി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രയോഗിച്ച പദം ലവാ എന്നുള്ളതാണ്. മറ്റൊരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് പ്രയോഗിച്ചത് അൽ ജഹീം അഥവാ ജ്വാല, കഠിനമായത് എന്നാണ് അൽ ജഹീം എന്നതിന് അർത്ഥമാക്കുന്നത്. അല്ലാഹു പറയുന്നു, ഖുദൂഹു ഫഖുല്ലൂ സുമ്മൽ ജഹീമ സല്ലൂ. നിങ്ങൾ അവനെ പിടിച്ചു ബന്ധനത്തിലിടൂ, പിന്നെ അവനെ നിങ്ങൾ ജഹീമിൽ അഥവാ ജ്വലിക്കുന്ന നരകത്തിൽ പ്രവേശിപ്പിക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. അതുപോലെ തന്നെ തകർത്ത് കളയുക എന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച പദമാണ് ഹുത്വമ എന്നുള്ളത്. നരകവാസിയുടെ തൊലിയും മാംസവും എല്ലുമെല്ലാം കത്തിച്ച് ഹൃദയത്തിൽ ആളിക്കത്തി വേദനയെ പരമതിയിലെത്തിക്കുന്ന തീയാണ് ആ നരകത്തിലെ തീ എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കല്ലാ ലയുൻബദന്ന ഫിൽ ഹുത്വമ വമാ അദ്റാക മൽ ഹുത്വമ നാറുല്ലാഹിൽ മൂഖദ അല്ലതീ തത്വലു അലൽ അഫ്ഇദ. നിസ്സംശയം അവൻ ഹുത്വമയിൽ എറിയപ്പെടുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, വമാ അദ്റാക മൽ ഹുത്വമ. ഹുത്വമ എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ? നാറുല്ലാഹിൽ മൂഖദ. അത് അല്ലാഹുവിന്റെ ജ്വലിക്കപ്പെട്ട അഗ്നിയാകുന്നു. ഹൃദയത്തിലേക്ക് കത്തിപ്പടരുന്നതായ അത്രയേറെ ഭീതിജനകമായ അവസ്ഥയുള്ള ആ നരകത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രയോഗിച്ചത് ഹുത്വമ എന്നുള്ളതാണ്. മറ്റൊരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഹാവിയ എന്നാണ്. നരകം അഗാധമായ ഗർത്തമെന്ന നിലക്ക്
ആഴങ്ങൾക്ക് അടിയിലാണ് നരകത്തിൽ എറിയപ്പെടുന്ന ആളുകൾ പതിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനു ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. ഏതൊരാളുടെ തുലാസുകൾ കുറഞ്ഞതായോ അവന്റെ സങ്കേതം ഹാവിയായിരിക്കും. ഹാവി എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ? നാറുൻ ഹാമിയ, ചൂടേറിയ നരകമത്രേ അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ഭാഗത്ത് പ്രയോഗിച്ചത് അസ്സഈർ എന്നുള്ളതാണ്. അതായത് കൊട്ടാര സമാനമായ തീപ്പൊരികളെ എടുത്തെറിയുന്ന ജ്വാലകളുള്ള ആ നരകത്തീയിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു ഭാഗത്ത് പറഞ്ഞത് ഫരീഖും ഫിൽ ജന്നതി വഫരീഖും ഫിസ്സഈർ. ഒരു വിഭാഗക്കാർ സഈറിലും മറ്റൊരു വിഭാഗക്കാർ സ്വർഗ്ഗത്തിലുമായിരിക്കും എന്നുള്ളതാണ്. മറ്റൊരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിനെ പേരായി സൂചിപ്പിച്ചത് സഖർ എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുദ്ദസ്സിറിലൂടെ പഠിപ്പിച്ചു, സഉസ്ലീഹി സഖർ വമാ അദ്റാക മാ സഖർ ലാ തുബ്ഖി വലാ തദർ ലവാഹത്തുൽ ലിൽ ബശർ അലൈഹാ 19. വഴിയെ ഞാൻ അവനെ സഖറിലിട്ട് എരിക്കുന്നതാണ്. സഖർ എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ? അത് ഒന്നും ബാക്കിയാക്കുകയോ വിട്ടുകളയുകയോ ഇല്ല. അത് തൊലി കരിച്ച് രൂപം മാറ്റി കളയുന്നതാണ്. അതിന്റെ മേൽനോട്ടത്തിന് 19 പേരുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. മറ്റൊരു പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ദാറുൽ ബവാർ എന്നുള്ളതാണ്. അഥവാ നശിക്കുക, നഷ്ടപ്പെട്ടു പോവുക, മോശമാക്കുക എന്നൊക്കെയാണ് ബവാർ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളായ നമ്മൾ സ്വർഗത്തിനോടൊപ്പം സ്വർഗത്തിന്റെ നാമങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം വിശിഷ്യ പ്രത്യേകിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സന്ദർഭത്തിനനുസരിച്ച് പരിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിച്ച നരകത്തിന്റെ പേരുകളെയും നമ്മൾ പഠിക്കേണ്ടതുണ്ട്, ഓർക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ അത് മനസ്സിലാക്കിയാൽ ആ നരകത്തിന്റെ ഭയാനകതയും അവിടുത്തെ അവസ്ഥകളും നമുക്ക് ഉൾക്കൊള്ളുവാനും നമുക്ക് പഠിക്കുവാനും സാധ്യമാകും. ആ രൂപത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പഠന വിധേയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ എല്ലാ അധ്യാപനങ്ങളും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.